ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി വെഡ്ഡിങ് പർച്ചേസിങ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ വെഡ്ഡിങ് ആണ് വരാൻ പോകുന്നത്. സോ ഇന്ന് ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരുള്ള എയർ ഹാൻഡ്ലൂംസ് ഷോപ്പിലോട്ടാണ്. ഇത് എക്സാക്റ്റ് കുത്താംപുള്ളി, എയർ ഹാൻഡ്ലൂംസ് കുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ അറിയും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഇതെൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ. അവന് ആകെ ഉറക്കം വന്ന് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ടായിരിക്കും തൃശ്ശൂരിലോട്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ നല്ല ഞാവൽപ്പഴമൊക്കെ മേടിച്ച് കഴിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഓൾമോസ്റ്റ് പാലക്കാട്, തൃശ്ശൂർ അതൊക്കെ അടിപൊളി സ്ഥലങ്ങളല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ പോകുന്ന ടൈമിൽ ഏതായാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു. ട്രാവലോ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കുത്താമ്പുള്ളി തന്നെ ഭയങ്കര ഒരു കുഞ്ഞി കടയാണ്. ഇപ്പോൾ ഒരു ന്യൂ ബ്രാഞ്ച് ഇടുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഭയങ്കര റഷായിരുന്നു. കയറി ചെല്ലുമ്പോഴത്തേന് നമുക്കിങ്ങനെ ഇത് നെയ്യുന്നതൊക്കെ കാണാൻ കഴിയും. ഇവരുടെ എല്ലാ സാരീസും ഇവർ തന്നെ നെയ്യുന്നതാണ്. ഞങ്ങൾ കയറി ചെന്നിട്ട് അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല നല്ല കളക്ഷൻസ്. ഫസ്റ്റ് ചെന്ന ഉടനെ ഈ യെല്ലോയിലോട്ടാണ് എൻ്റെ കണ്ണ് പോയത്. കാരണം ഭയങ്കര അടിപൊളി സാരിയായിരുന്നു ഇത്. ഇതിന് ഏകദേശം റേറ്റ് ഒരു 18,000 സംതിങ് എങ്ങാണ്ട് വന്നായിരുന്നു. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് 2 സാരി മാത്രമേ ട്രയൽ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ യെല്ലോ ആയിരുന്നു എടുക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ വേറെ നോക്കാൻ പോകാമെന്ന് പറഞ്ഞവർക്ക് തിരിച്ചു വന്നപ്പോഴത്തേനും ആ യെല്ലോ കാണാനില്ല. അതാരോ കൊണ്ടുപോയി. പിന്നെ ഈ സാരി രണ്ടാമത് നോക്കിയതാണ്. ഇതും ഏകദേശം അടിപൊളി നല്ല സാരിയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഫിക്സ് ചെയ്തത് ഇതൊരു ഓറഞ്ച് ഗോൾഡൻ റെഡ് ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണിത്. സാരീസൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേറെയും കുറേ ഷോപ്പിലൊക്കെ പോയി. അപ്പം ഇതിൻ്റെ ഡബിളായിരുന്നു. ഏകദേശം ഈ സാരിക്കൊക്കെ ഇതിൻ്റെ ഡബിൾ ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ലെഹങ്ക സെക്ഷനിലോട്ടൊക്കെ പോയി. ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. ഇപ്പോൾ കാണുന്ന ഈ ഒരു ലെഹങ്കയ്ക്ക് ഏകദേശം ഒരു 2K സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ലെഹങ്കയൊന്നും അങ്ങനെ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ അല്ലറ ചില്ലറ സാരീസ് അങ്ങനെയൊക്കെ നോക്കി. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നപ്പോൾ ഈ ചേട്ടൻ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സാരീസൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇതൊക്കെ വരുന്ന വീഡിയോയിൽ ഇതൊരു വളരെ ചെറിയൊരു കുഞ്ഞ് വ്ളോഗാണ്. അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഇതൊന്ന് അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് കാണിച്ചു തരാൻ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ രാവിലെ പോയതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് വൈകുന്നേരമായി. പിന്നെ അത് കഴിഞ്ഞ് വടക്കുന്നാഥ്, ഞാൻ ഇതുവരെ വടക്കുന്നാഥം മീൻസ് പോയിട്ടില്ല. അപ്പോൾ പോയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം കുറേ ആയി ഞാൻ പോകണം എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കൂടെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ അമ്പലം എന്മാതിരി ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നറിയോ. അപ്പുറത്തും ഇപ്പുറത്തും പാടം. അവിടെ പോയാൽ തന്നെ ഒരു പ്ലസൻറ്റ്. ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല. കാരണം എല്ലായിടത്തും പോയതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് അങ്ങനെ കയറിയില്ല. ബട്ട് സ്ഥലം രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സോ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു കുട്ടി വ്ളോഗാണ്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.